സ്വാഗതം ശ്രീ കോന്നി ഗോപകുമാർ. ഈ കേരളത്തിലെ സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിലെ ഇടപെടൽ നടത്തുന്നത് ശക്തമാണ്. അവർക്ക് തീർച്ചപ്പെടുത്താം ആര് മുഖ്യമന്ത്രി, ആര് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ ചില സമുദായങ്ങൾക്ക് പലപ്പോഴും കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെ ഇല്ലാതെ വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ഒരുപക്ഷെ രൂപപ്പെടേണ്ട ഒന്നാണോ ഈ ക്രിസംഗികൾ എന്ന് പറയുന്നത്? കേരളത്തിലെ നമ്മൾ ക്രിസ്ത്യാനികളുടെ സമകാലിക രാഷ്ട്രീയ വിലപേശൽ ശക്തി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാലാകാലമായി അത് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതിന് 4 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഈ ക്രിസംഗി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത്തരം ചില കാര്യങ്ങളുടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് ശരിയായിരിക്കും. അതിലൊന്ന്, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ പെട്ടെന്ന് കുറഞ്ഞു വരികയാണ്. അതൊരു ഫാക്റ്റാണ്. 2, ഹിന്ദുക്കളുടെയും കുറയുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനികളുടെ വളരെ കൂടുതൽ കുറയുന്നുണ്ട്. കുറയുന്നത് മാത്രമല്ല, കുടിയേറ്റം, മൈഗ്രേഷൻ, കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡ് ഇവിടേക്കൊക്കെ കുടിയേറുന്നതിൽ വലിയൊരു ശതമാനം ആളുകൾ ക്രിസ്ത്യാനികളാണ്. അവർ പോകുന്നവർ അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ക്രിസ്ത്യൻ കുടിയേറ്റം വളരെ വ്യാപകമാണ് കേരളത്തിൽ. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ പത്തനംതിട്ട ജില്ലയിൽ ചില ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നാൽ ഒഴിഞ്ഞ വീടുകളാണ് മുഴുവൻ. എല്ലാം വലിയ വീടുകളാണ്, പക്ഷേ ആരും താമസിക്കാനില്ല. ആളുകളെല്ലാം പല സ്ഥലത്താണ്. അപ്പോൾ ഈ ഇരവിപേരൂരെ കുമ്പനാട് അവിടെയാണല്ലോ പഠനം വരെ അതെ 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 ഏറ്റവും അധികം ബാങ്കുകളുള്ളതും അവിടെയാണ്, ബാങ്കിൻ്റെ ബ്രാഞ്ചസ്. അപ്പം രണ്ടാമത്തെ കാര്യം ജനസംഖ്യ കുറയുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇവരുടെ കുടിയേറ്റമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ വിവിധ മതമേലധ്യക്ഷന്മാരുടെ രാഷ്ട്രീയമാണ്. മതമേലധ്യക്ഷന്മാർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് പലപ്പോഴും അവരുടെ വ്യക്തിപരമായ താല്പര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ സഭയ്ക്കോ വേണ്ടി വരുന്ന രാഷ്ട്രീയമാണ് അവർ എടുത്ത് കളിക്കാറുള്ളത്. പിന്നെ 4മതായിട്ട് വരുന്നത് സഭകളിലെ തർക്കമാണ്. ഒരു കാലത്ത് ഏകശിലാരൂപത്തിൽ നിന്ന ക്രൈസ്തവരെ ഇന്ന് പല തട്ടുകളിലായി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ സമകാലിക സമൂഹത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. നമ്മളെത്ര മതേതരത്വം എന്നൊക്കെ നമുക്ക് ഭംഗിവാക്ക് പറഞ്ഞാലും ഈ മാധ്യമരംഗത്ത് നിൽക്കുന്ന നമ്മൾ കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ, കൃത്യമായി ഒന്ന് നിരീക്ഷിച്ചാൽ, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ യാഥാർത്ഥ്യമാണ് പൊളിറ്റിക്കൽ ഹിന്ദു. ഇത് രണ്ടും കേരളത്തിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ ഇവിടെ ഇല്ല, പൊളിറ്റിക്കൽ ക്രിസ്ത്യാനി ഇല്ല. അത് ക്രിസ്ത്യാനി നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം, അവർക്ക് ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു ഗ്രൗണ്ടുണ്ട്, ഒരു പ്ലാറ്റ്ഫോമുണ്ട്. അതിനകത്ത് ജമാഅത്തെ ആയാലും ശരി, അതല്ലെങ്കിൽ AP സുന്നി ആയാലും ശരി, EP വിഭാഗമായാലും ശരി, മുജാഹിദുകളായാലും ശരി, ഇവർക്കൊക്കെ ഒരു കോമൺ പ്ലാറ്റ്ഫോമുണ്ട്. അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും ശക്തമായി ഒന്നിച്ച് നിൽക്കുന്ന മതവിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളാണ്. അപ്പോൾ കൃത്യമായി ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിലുണ്ടെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. കാലത്തരത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ ശക്തമായപ്പോൾ സംഭവിച്ചിരിക്കുകയും സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് എന്ത് സംഭവിച്ചു? ഇവിടെ പൊളിറ്റിക്കൽ ഹിന്ദു ഉണ്ടായി. അത് വിസിബിൾ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. പൊളിറ്റിക്കൽ ഹിന്ദു വിസിബിളായതും മാർക്സിസ്റ്റ് പാർട്ടിയെ ഞെട്ടിച്ചതും 2019 തെരഞ്ഞെടുപ്പിലാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2ാം നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ തരംഗത്തിൽ അധികാരത്തിൽ വരാം എന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റെയും പിണറായി വിജയൻ്റെയും സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞത് 2019 ശബരിമല വിഷയമാണ്. അവിടാണ് ഹിന്ദുവിൻ്റെ ഒരു ഏകീകരണം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശബരിമലയെ തൊട്ടപ്പോൾ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകൾ ഒന്നിച്ച് നിന്ന് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിടിച്ചു കുലുക്കിയ ഒരു കാര്യമാണത്. പ്രത്യേകിച്ച് ഈഴ വിഭാഗത്തിലെ വലിയൊരു വോട്ട്, ഈഴവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് വോട്ടെന്ന് പറഞ്ഞാൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ടാണ്. ആ ബേസ് ട്രാവൻകൂറിൽ മലബാറിലേക്ക് പോയെങ്കിൽ അതുപോലെ തന്നെ തീയ സമുദായക്കാരുടെയും ഒപ്പം നമ്പ്യാരുടെയും മേനോമാരുടെയൊക്കെ വോട്ടുകളുണ്ട്. എങ്കിലും ബേസ് വോട്ടാണ് ഞാനീ പറയുന്നത്. വലിയൊരു ഒലിച്ചുപോക്കാണ് സംഭവിച്ചത്. അപ്പോൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ പോലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ ശബരിമല സ്ത്രീ പ്രവേശനം നടക്കുമ്പോൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് A. പത്മകുമാർ, അദ്ദേഹം കോന്നിയിൽ മത്സരിച്ച ആളാണ്. ഒന്നാം തരം ഭക്തനാണ് അദ്ദേഹം കോന്നി മത്സരിച്ച ആളാണ്. വളരെ വ്യക്തിപരമായി നല്ല ബന്ധം എനിക്ക് അദ്ദേഹമായിട്ടുണ്ട്. അവിടെ MLA ആയിരുന്നു. അദ്ദേഹമാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നത്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിലെ സ്ത്രീകളെയൊന്നും ഞാൻ ശബരിമലയിലേക്ക് അയക്കില്ല. അപ്പോൾ ആചാര ലംഘനമാണ് നടത്തുന്നത്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം മനസ്സിലായി.
അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ വലിയ പ്രമുഖനായ ഒരു കോൺട്രാക്ടറായിരുന്നു. ശബരിമല കോൺട്രാക്ടർ, മറ്റു ഒരുപാട് കോൺട്രാക്ടൊക്കെ എടുത്ത് നടത്തിയ ഒരു സമ്പന്നനായ ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയെ പിടിച്ച് വല്ലാതെ കുലുക്കി കളഞ്ഞു. അവിടെ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൻ്റെ ആരംഭം തുടങ്ങുകയായിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമായപ്പോൾ എന്ത് സംഭവിച്ചു? കേരളത്തിൽ വളരെ പെട്ടെന്ന് പൊളിറ്റിക്കൽ ഹിന്ദു ഉണ്ടായി. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഹിന്ദുവിനെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് ഇൻവിസിബിൾ ആണെങ്കിലും അതിൽ വലിയൊരു പങ്ക് RSSനുണ്ട്. RSS ആണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രേരക ശക്തി. പുറമേ പലരും കാണുന്നത് പോലെ RSS ഒരു സവർണ നിയന്ത്രണത്തിലുള്ള സംഘടനയൊന്നുമല്ല. അവരെല്ലാ തലത്തിലേക്ക് അവരുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. വനവാസികളുടെ ഇടയിലുണ്ട്, പട്ടികജാതിക്കാരുടെ ഇടയിലുണ്ട്, ഹിന്ദുക്കളിലെ വിവിധ വിഭാഗങ്ങളുടെ ഇടയിലുണ്ട്. ഹിന്ദുക്കൾക്കൊരു അരക്ഷിതത്വ ബോധം വന്നു. ആ അരക്ഷിതത്വ ബോധത്തിന് തുടക്കം കുറിച്ചത് TJ ജോസഫിൻ്റെ കൈവെട്ടിക്കളഞ്ഞല്ലോ. അന്ന് എല്ലാ പാർട്ടികളും TJ ജോസഫിനെതിരായിരുന്നു. ഏറ്റവും വലിയ രസകരമായ കാര്യം, അദ്ദേഹത്തിൻ്റെ സഭ തന്നെ അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞു. ഏറ്റവും ക്രൂരമായ കാര്യം, ഏറ്റവും ക്രൂരമായ സസ്പെൻഷനിലൊക്കെ പോയത്, ഏറ്റവും ക്രൂരന്മാരായ മനുഷ്യരെ ഈ സഭയിലുണ്ട് എന്ന് എനിക്ക് ബോധ്യമായത് ഈ TJ ജോസഫിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവരെടുത്തൊരു നിലപാടാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിനുശേഷം ആലപ്പുഴ നടന്ന പ്രകടനം, അതിനകത്ത് കുന്തിരിക്കം കരുതിക്കൂ എന്നൊക്കെ പറഞ്ഞ് നടത്തിയ പ്രകോപനപരമായ മുദ്രാവാക്യം, പിന്നീട് നടന്ന ചില രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഇപ്പോൾ തന്നെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാളിനെ ആലപ്പുഴയിൽ അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദുവിന് മനസ്സിലായി ഇത് കുഴപ്പത്തിലേക്ക് മാറുകയാണ്. തന്നെയല്ല, 21 എറിഞ്ഞ കത്തി 21 ലൂരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് മലപ്പുറത്തുണ്ടായ ഒരു മുദ്രാവാക്യം കേരളത്തിൽ മുഴുവൻ പല ആളുകളുടെയും മനസ്സിൽ ഭീതി വിതച്ചു. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ചയെ തടയണമെങ്കിൽ, അവരെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ ആയുധമെടുത്ത് നിന്നേ പറ്റൂ എന്ന് ഹിന്ദുക്കളുടെ മനസ്സിൽ ഒരു അരക്ഷിതത്വ ബോധം വന്നു. അപ്പോൾ കീഴടങ്ങാൻ തയ്യാറല്ല, കൊല്ലാൻ വന്നാൽ കൊല്ലാൻ തയ്യാറാകുക, അല്ല വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രതിയോഗിയെ നമുക്ക് മുന്നിൽ വരുമ്പോൾ നമ്മൾ പ്രതിരോധത്തിനായി നമ്മളും ആയുധം എടുക്കേണ്ടി വന്നാൽ എടുക്കുക എന്നൊരു സങ്കല്പം ഹിന്ദുവിൻ്റെ മനസ്സിൽ വന്നപ്പോഴാണ് പൊളിറ്റിക്കൽ ഹിന്ദു വന്നത്. പക്ഷേ ഇവിടെ നിസ്സഹായരായിരുന്നു ക്രിസ്ത്യാനികൾ. കാരണം അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകമില്ലാതായി. ഹിന്ദുക്കളെ ഒന്നിച്ച് നിർത്തുന്ന എന്ത് പറഞ്ഞാലും നമ്മൾ എത്ര പ്രകടമായി കണ്ടില്ലെങ്കിലും RSS എന്ന് പറയുന്നൊരു വലിയ ശക്തി തന്നെയാണ്. അവരാണ് BJPയുടെ പുറകിലുള്ള ശക്തി, അവരാണ് BJP അധികാരത്തിലേറ്റിയത്. അതൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വയം സേവകനാണെന്നാണ് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത്. നരേന്ദ്രമോദിയും സ്വയം സേവകനാണെന്നാണ് പറയുന്നത്. അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. സ്വയം സേവകനെന്ന് സ്വയം പ്രഖ്യാപിച്ച ആളുകളാണ്. അവർ പ്രഖ്യാപിച്ച് ഞങ്ങൾ RSSകാരാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇവരെല്ലാം RSS ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനിക്ക് കേരളത്തിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മിനിമം ഒന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു അത്താണി എന്ന നിലയിൽ കരുതാവുന്ന 2 നേതാക്കന്മാരുണ്ടായിരുന്നു. ഒന്ന് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഒരിക്കലും ഒരു വർഗീയവാദിയല്ല. പക്ഷേ അദ്ദേഹം ക്രൈസ്തവനായിട്ട് ഓർത്തഡോക്സ് മതേതര സ്വഭാവം, 100% മതേതര സ്വഭാവമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് മതത്തിൽപ്പെട്ട ആളുകളുടെ നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം, നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നല്ലോ. അതുപോലെ തന്നെ KM മാണി സാറിനോട് ഇവർക്ക് ചെന്ന് പറയാമായിരുന്നു, കാര്യങ്ങളൊന്ന് പറയാമായിരുന്നു. പക്ഷേ മാണി സാർ വളരെ സെക്കുലറാണ്. മാണി സാർ വളരെ തുറന്ന മനസ്സോടെ കാര്യം കാണുന്ന ആൾ. അദ്ദേഹം ഒരു ക്രിസ്തുവിൻ്റെ ഒരു ക്രൈസ്തവൻ്റെ വീക്ഷണത്തിലല്ല കണ്ടു. പക്ഷേ അങ്ങനെ ഒരു നേതാവ് നിർഭാഗ്യവശാൽ ഇവർക്കില്ലാതെ പോയി, ഈ ക്രൈസ്തവർക്കില്ലാതെ പോയി. ഇവിടെയാണ് അങ്ങ് സൂചിപ്പിച്ച ഈ ക്രിസംഖികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കാസയാണ്. ആ കാസ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നേ ഉള്ളൂ കാസയുടെ അർത്ഥം. CA. പക്ഷേ ക്രിസംഖി എന്ന് വരുമ്പോൾ അത് വേറെ തരത്തിലേക്ക്. ക്രിസംഖി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളിലെ സംഘപരിവാറിനോട് താല്പര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ RSSനോട് താല്പര്യമുള്ള ആളുകൾ. ചാൾസ് ചർച്ചിലൊക്കെ വരുമ്പോൾ കെന്നഡി എന്ന് പറഞ്ഞൊരാൾ വന്ന് ശക്തമായി നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ പലരും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിൽ ഇതൊക്കെ വരുമ്പോഴുള്ള പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച ജനാധിപത്യത്തിൽ വോട്ടിനാണ് വലിപ്പം. ഇവരുടെ ജനസംഖ്യ കുറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. 2, ഇവരുടെ കുടിയേറ്റം മൂലം എണ്ണമില്ലല്ലോ, വോട്ട് ചെയ്യാൻ ആൾ വേണ്ടേ, അതില്ല എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതമേലധ്യക്ഷന്മാരുടെ രാഷ്ട്രീയ നിലപാട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലിമ്മിസ് തിരുമേനി കേക്കുമായിട്ട് പാണക്കാട്ടേക്ക് പോയി. അപ്പോൾ പാണക്കാട് തങ്ങൾ കുറച്ച് മുസ്ലിം ലീഗ് ഒരു മതേതര കക്ഷിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ മതേതര നിലപാടുകൾ അവർ സ്വീകരിക്കാറുണ്ട്. മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ പാർട്ടിയല്ല, മതതീവ്രവാദികളുടെ പാർട്ടിയല്ല. അപ്പോൾ പക്ഷേ ഒരു മതേതര രാഷ്ട്രീയത്തിൽ
മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇടം കണ്ടെത്തിയിരിക്കുന്ന ഒന്നാണ് ലീഗ്. ലീഗ് ഒരുപക്ഷെ മലബാറിലില്ലായിരുന്നെങ്കിൽ തീവ്രവാദം കുറച്ചുകൂടെ ശക്തമാകുമായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ലീഗിനെ അത്തരത്തിലാണ് ഞാൻ വീക്ഷിക്കുന്നത്. പാണക്കാട് പോയി പാണക്കാട് തങ്ങളന്മാരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അവിടെ അദ്ദേഹം കേക്കുമായിട്ട് പോയി. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ പോക്കിൻ്റെ പിന്നിൽ അത് കഴിഞ്ഞപ്പം പാണക്കാട് തങ്ങൾ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, മുനമ്പത്ത് ആരെയും കുടിയിറക്കാൻ ഞങ്ങൾ പോകുന്നില്ല. ഈ തിരുമേനിമാരൊക്കെ ചെന്ന് മുനമ്പത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. മുനമ്പത്തിൻ്റെ കാര്യം എങ്ങനെ പാണക്കാട് തങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നത്? മുനമ്പത്തെ പ്രശ്നം പാണക്കാട് തങ്ങളാണ് ഉണ്ടാക്കിയത്. കുടിയിറക്കാൻ ആരോടെങ്കിലും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ലീഗ് കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു. കെ എം ഷാജിയും പറഞ്ഞു, ഷീറ്റി മുഹമ്മദ് ബഷീർ സാറും പറഞ്ഞു. അവർ രണ്ടുപേരും പറഞ്ഞത് മുനമ്പത്തെ വസ്തു വഖഫാണ്, വഖഫിൻ്റെ സ്വത്താണ്, അത് ഫാക്റ്റാണ്, വഖഫിൻ്റെയാണ്. അതല്ലെന്നെങ്കിൽ തെളിയിക്കട്ടെ. ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് വഖഫാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഈ വഖഫിൻ്റെ സ്വത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കാൻ പാണക്കാട് തങ്ങൾക്കും ക്ലിമ്മീസ് തിരുമേനിയും ഒന്നിച്ചിരുന്നാൽ എങ്ങനെ പറ്റും? ഇവരെല്ലാം ഓരോരുത്തരത്ത് പോകുന്നുണ്ട്, ഓരോ തിരുമേനിമാരും പാണക്കാട്ടോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 2026 തെരഞ്ഞെടുപ്പ് വരും. 2026 തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ UDF മേൽക്കൈ നേടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വന്നാൽ തങ്ങൾക്ക് കൂടി നിയന്ത്രണമുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കണം കേരളത്തിൽ അധികാരത്തിലെത്തുന്നത് എന്ന് ഓരോ മതമേലധ്യക്ഷനും, പൊതുവായിട്ടല്ല, അത് സീറോ മലബാർ സഭയുടെ ആയാലും ശരി, യാക്കോബായ സഭയുടെ ആയാലും ശരി, ഓർത്തഡോക്സ് സഭയുടെ ആയാലും ഇവരുടെ എല്ലാം മതമേലധ്യക്ഷന്മാർക്ക് ആഗ്രഹമുണ്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കണം. അപ്പോൾ അതിനവർക്ക് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കൂടി ആവശ്യമാണ്. അപ്പോൾ ഇവിടെ മുനമ്പത്ത് വന്നിരിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇവർ തമ്മിൽ കേക്ക് കൈമാറിയതുകൊണ്ടോ കെട്ടിപ്പിടിച്ചുകൊണ്ടോ കഴിയത്തില്ല. അത് പരിഹരിക്കാൻ എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ, അത് പരിഹരിക്കണമെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യണം. അല്ല എങ്ങനെ പറ്റുന്നത്? 1995-ലും 2013-ലും വഖഫ് നിയമത്തിലുണ്ടായ ഭേദഗതി അനുസരിച്ചാണല്ലോ ഇത് വഖഫ് സ്വത്തായിട്ട് മാറിയത്. അപ്പോൾ അത് പരിഹരിക്കാൻ ഉള്ള മൂലമന്ത്രമോ ഒറ്റമൂലിയോ എന്തെങ്കിലും പാണക്കാട് തങ്ങളുടെ കൈവശമുണ്ടോ? അല്ലെങ്കിൽ ക്ലിമ്മീസ് തിരുമേനിയുടെ കയ്യിലുണ്ട്? ഇവർ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ, വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറയാനുള്ള ആർജവം അവർക്കില്ല. അതിൻ്റെ പിന്നിലുള്ള കാര്യം, അടിസ്ഥാനപരമായ കാര്യം, അവർക്ക് രാഷ്ട്രീയ നിഗൂഢ താല്പര്യമുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളെ ഒന്നിപ്പിച്ച് നിർത്താൻ ഇപ്പോൾ സീറോ മലബാർ സഭയാണ് ഏറ്റവും ശക്തമായ സഭ. അവിടെ തന്നെ പോപ്പിൻ്റെ ചാക്രിക ലേഖനം വായിക്കുന്നില്ല, വായിച്ചു അത് നടപടിയെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. രണ്ടായിട്ട് തിരിഞ്ഞില്ലേ? അച്ഛന്മാരും രണ്ടായിട്ട് തിരിഞ്ഞ് സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ? യാക്കോബായക്കാർ മരിച്ചപ്പം ശവമടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സുകാർ, അച്ഛന്മാരും വിശ്വാസികളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്ന നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ യാക്കോബായ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ഓർത്തഡോക്സുകാരൻ വേറൊരു കമ്പാർട്ട്മെൻറ്റിലാണ്. സീറോ മലബാർ സഭയിൽ തന്നെ അങ്കമാലിയിലെയും എറണാകുളം അതിരൂപത ഒരു ഭാഗത്താണെങ്കിൽ മറ്റ് അതിരൂപതകൾ വേറൊരു ഭാഗത്ത്. ജനങ്ങളെ നോക്കി കുർബാന നടത്തണോ, അൾത്താരയെ നോക്കി കുർബാന നടത്തണോ, ഇതൊക്കെ വലിയ പ്രശ്നമായി മാറി. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഭജനവും അതുപോലെ തന്നെ ഇത്തരം തർക്കങ്ങളും സഭാ തർക്കങ്ങളും ശരിക്കും ക്രൈസ്തവരെ വല്ലാതെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രൈസ്തവരെ, എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ക്രൈസ്തവരെ ഒന്നിപ്പിച്ച് നിർത്താൻ ഒരുപക്ഷെ സഭയേക്കാൾ കൂടുതൽ കഴിയുന്നത് കാസ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്. അവർക്ക് സഭ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല. അവർക്ക് ക്രിസ്ത്യൻ വോട്ട് ക്രിസ്ത്യാനികൾ എന്നേ കാണുന്നുള്ളൂ. അല്ലാതെ എൻ്റെ കീഴിലുള്ള കുഞ്ഞാടുകൾ എന്ന് മതമേലധ്യക്ഷന്മാർ കാണുന്നത് പോലെ കാസായുടെ നേതൃത്വം അത് കാണുന്നില്ല. കാസായിക്ക്, RSSന് ഹിന്ദുക്കളെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞതുപോലെ കാസായിക്ക് മാത്രമേ ക്രിസ്ത്യാനികളെ ഒന്നിപ്പിച്ച് നിർത്താനും ഉള്ള വോട്ടെങ്കിലും സമാഹരിച്ച് ഫലപ്രദമായി വിനിയോഗിക്കാൻ, അത് BJP കൊടുക്കണമെന്നൊന്നുമില്ല. ക്രൈസ്തവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കത്തക്ക വിധത്തിൽ അവരെ ഒന്നിച്ച് നിർത്തി ഒരു വിലപേശൽ നടത്താൻ ക്രൈസ്തവർക്ക് കഴിയണമെങ്കിൽ മതമേലധ്യക്ഷന്മാരിലൂടെ കഴിയില്ല. മറിച്ച് അത് ഈ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന ദീർഘമായ പേരിൽ അറിയപ്പെടുന്ന കാസായിലൂടെ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്, എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.